നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഇന്ന് 1 മാസം. ഇന്നും ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കി ADM നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസം. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെയാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മരണം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും കേസ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടും ദുരൂഹതകൾ ഇന്നും പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. അന്വേഷണം ഇഴയുന്നുവെന്നും പരാതി ഉയരുന്നുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 14-ാം തീയതിയാണ് കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ PP ദിവ്യ വിവാദ പ്രസംഗം നടത്തിയത്. പിന്നാലെ ഒക്ടോബർ 15-ാം തീയതി രാവിലെ നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ PP ദിവ്യക്കെതിരെ ജനരോഷമിരമ്പി. ദിവ്യയെ തള്ളി CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. PP ദിവ്യക്കെതിരെ ഉടൻ നടപടി വേണ്ടെന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് പാർട്ടിയിൽ ഭിന്നതയുണ്ടാക്കി. നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെ പരാതിയിൽ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തു നിന്നും ദിവ്യയെ മാറ്റി. എന്നാൽ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലീസ് ആദ്യം തയ്യാറായില്ല. തുടർന്ന് ഒളിവിൽ പോയ ദിവ്യ കളക്ടർ ക്ഷണിച്ചതിനാലാണ് താൻ എത്തിയതെന്ന് ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി. PP ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. നിലവിൽ നവീൻ ബാബു വിടവാങ്ങിയിട്ട് 1 മാസം പിന്നിടുമ്പോൾ PP ദിവ്യ ജാമ്യത്തിലാണ്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇപ്പോഴും അവശേഷിക്കുകയാണ്. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനാണ് കുടുംബത്തിന്റെ തീരുമാനം.